കുറച്ച് കൊഞ്ച് കിട്ടിയായിരുന്നു. ഒരു 1/2 കിലോ കൊഞ്ചുണ്ട്. വൃത്തിയാക്കി വെച്ച്. ചെറിയ ഉള്ളി എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി, പച്ചമുളക്, കുടംപുളി, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പൊട്ടി വരുമ്പോഴത്തേക്ക് പച്ചമുളകിൽ വെള്ളം നനവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുത്ത് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു പകുതി തക്കാളി എടുത്തുള്ളൂ. കുടംപുളി ഇടുന്നതല്ലേ. പകുതി തക്കാളി എടുത്ത് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തത്. അത് കുറച്ച് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. പുളി നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചത്, അതും കൂടെ ഒഴിച്ച് കൊടുത്ത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉപ്പ് ആദ്യം ഞാൻ ഉള്ളി വാട്ടിയപ്പോൾ ഇട്ടില്ലായിരുന്നു, അതാണ് ഉള്ളി വാട്ടുമ്പോൾ ഇടുന്നതായിരുന്നു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത്, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മൂത്ത് വന്നപ്പോഴത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കേട്ടോ. ഞാൻ എല്ലാത്തിനും ചൂടുവെള്ളം ഒഴിക്കുന്നത്. തിളച്ച് വന്നപ്പോഴത്തേക്ക് കൊഞ്ചിട്ട് കൊടുത്ത്. 1/2 കിലോ കൊഞ്ചാണ്. വൃത്തിയാക്കി വന്നപ്പം കുറച്ച് കുറഞ്ഞ്. പിന്നെ അതിൻ്റെ തലയും കൂടെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. തലയും കൂടെ ഒക്കെ ഇട്ട് പറ്റി വന്ന് കുടംപുളി കുറച്ചാകും പുളി ഇറങ്ങി, അങ്ങനെ ഞാൻ മാറ്റിയെടുത്തു കേട്ടോ.